സമാനതകളില്ലാത്ത രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ വയനാട്ടിൽ അരങ്ങേറുന്നത്. ഒരിക്കലും നമ്മുടെ ചിന്തയിൽ പോലും നമ്മുടെ ഭാവനയിൽ പോലും കാണാത്ത രീതിയിലുള്ള രക്ഷാ ദൗത്യം. കാഴ്ചകൾ പലതും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര ദുസ്സഹമായ സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അത്യാഹിതം കൂടിയിരിക്കുന്നു. കാഷ്വാലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു. ഏറ്റവും വളരെ വേഗത്തിൽ പോകുന്ന ഊർജ്ജസ്വലമായ രക്ഷാ ദൗത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊപ്പം ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? പറയൂ. എനിക്കറിയാം ശ്രീകാന്ത് തന്നെ ഒരുപാട് കിലോമീറ്ററുകൾ ഉള്ളിലാണ് ഇപ്പോൾ മുണ്ടക്കയിലെ ഏറ്റവും നടന്നെത്താൻ പറ്റുന്ന ഏറ്റവും ഉള്ളിലേക്ക്. മുണ്ടക്കയിലാണ്, അതായത് പുഞ്ചിരിമട്ടത്തായിരുന്നു നേരത്തെ ഞങ്ങൾ റിപ്പോർട്ടിങ്ങിനായി പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ ശക്തമായി പെയ്തു തുടങ്ങിയിരിക്കുന്നു ഈ മുണ്ടക്കയിൽ. അതോടൊപ്പം പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ പുഞ്ചിരിമട്ടത്തെ തൽക്കാലം നിൽക്കരുത് എന്ന നിർദ്ദേശം ഈ രക്ഷാ ദൗത്യസംഘം നൽകിയിട്ടുണ്ട്. കാരണം അവിടം ഏത് നിമിഷവും വീണ്ടും മലവെള്ളപ്പാച്ചിലോ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഇന്ന് ആ ഭാഗത്തു നിന്നും 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മാത്രമല്ല ഈ മുണ്ടക്കയിൽ നിന്നും 1 മൃതദേഹവും കണ്ടെടുത്തു. അതോടെ ഈ ഭാഗത്തു നിന്നാകെ 4 മൃതശരീരങ്ങളാണ് ഇന്നത്തെ ദിവസം കണ്ടെടുക്കാൻ സാധിച്ചത്. 20 പേരെ ഈ പുഞ്ചിരിമുട്ടത്ത് റാണി എസ്റ്റേറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അത് ആ 20 പേർ ആ റിസോർട്ടിൽ അഭയം പ്രാപിച്ച ആളുകളാണ്. ഈ റാണി എസ്റ്റേറ്റിലുള്ള വനറാണി റിസോർട്ടിൽ അഭയം പ്രാപിച്ച ആളുകളെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തത്. അത്തരത്തിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആകെത്തുക അതാണ്. ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ ഈ മഴ ശക്തമായി പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം കുത്തിയൊലിച്ച് ഈ നദിയിലൂടെ വെള്ളം വരുന്നുണ്ട്. ഉരുളൻ കല്ലുകളാണ്, മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പുഞ്ചിരിമട്ടം ഭാഗത്ത് എന്തായാലും രക്ഷാദൗത്യം നടക്കില്ല. ആ ഭാഗത്ത് മണ്ണിനടിയിലൊക്കെ ആളുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വാഹനം പോലും എത്താത്ത സൗകര്യമാണുള്ളത്. അതൊക്കെ തന്നെ ഇനിയും ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ എടുക്കും അവിടേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കി അവിടെ എത്തി തെരച്ചിൽ, ഈ മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തി മൃതദേഹമൊക്കെ ഉണ്ടോ എന്നറിയാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയേറെ ഡീപ്പായി മണ്ണ് വന്ന് വീണിട്ടുണ്ട് അവിടെ. ഒപ്പം വലിയ ഉരുളൻ കല്ലുകളും വീണിട്ടുണ്ട്. കാരണം ആ പ്രദേശമാണ് ഈ ആഘാതം ആദ്യം, ഈ പുഞ്ചിരിമട്ടത്താണ് ആദ്യ ആഘാതം ഏറ്റുവാങ്ങിയത്. വാഹനങ്ങളൊക്കെ തകർന്നു കിടക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇനിയും മൃതദേഹം വീണ്ടെടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മൃതദേഹം ഇവിടെ നിന്നും കണ്ടെടുത്തു. ഇനിയും മൃതദേഹങ്ങൾ തകർന്ന വീടിനടിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ രക്ഷാ പ്രവർത്തകർ. അല്പസമയത്തിനുള്ളിൽ അവർക്ക് അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ മണ്ണിനടിയിലും കല്ലിനടിയിലുമൊക്കെ ആയ മൃതശരീരങ്ങൾ അത് വീണ്ടെടുക്കുന്നതിന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും ഈ പ്രദേശത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കുറച്ചുനാൾ നീണ്ടു നിൽക്കുന്ന രക്ഷാദൗത്യത്തിലൂടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷാദൗത്യം ഈ മഴയത്തും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു കാര്യം പറയേണ്ടത്, സൈന്യത്തെയും അതോടൊപ്പം NDRF-നെയും പോലീസിനെയും ഒപ്പം ഫയർഫോഴ്സിനെയും സാധാരണക്കാരായ സന്നദ്ധ സംഘടനകളെയും അവരുൾപ്പെടുന്ന സന്നദ്ധ സംഘടനയിലെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം അവരാണ് ഈ മഴയെ അവഗണിച്ച്, കാലാവസ്ഥയെ അവഗണിച്ച് ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളെ കാണാനുണ്ടെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നു. കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി അത്തരം വാർത്തകൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ അവലോകനം, ഈ നടക്കുന്ന രക്ഷാ ദൗത്യവും NDRF-ൻ്റെ ഓപ്പറേഷനും ഒക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആളുകളെ മോചിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രക്ഷാസേന. നമുക്ക് പരിചിതമില്ലാത്ത ഒരു ടെറയിൽ നിന്നുകൊണ്ട് വളരെ പരമാവധി ഊർജ്ജസ്വലരായി നമ്മുടെ ആർമിയും നമ്മുടെ മറ്റുള്ള രക്ഷാസേനയും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ഒത്തൊരുമയോടെ ഏകോപനം നടക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായി പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും സങ്കടകരമായ ഈ രക്ഷാദൗത്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.